അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹിരോഷിമ നാഗസാക്കി അനുസ്മരണവും പീസ് ടോക്കും സംഘടിപ്പിച്ചു. സമാധാനം കൊതിക്കുന്ന ലോകം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ അമീർ ടി.കെ. അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ഇ.എച്ച്. നജീബ് വിഷയാവതരണം നടത്തി. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാനം കൊതിക്കുന്ന ലോകം എന്ന പ്രമേയത്തിൽ ഹിരോഷിമ നാഗസാക്കി അനുസ്മരണവും പീസ് ടോക്കും സംഘടിപ്പിച്ചു. എറണാകുളം YMCA ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി മുഖ്യപ്രഭാഷണം നടത്തി. ലോകം യുദ്ധമുനമ്പിലാണെന്നും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയാത്തത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യർ യുദ്ധവെറിയന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ തീപ്പൊരികൾ ഭൂഖണ്ഡങ്ങളെ വിഴുങ്ങുകയാണ്. യുദ്ധത്തിന്റെ ഭീകരത നാം കേൾക്കുന്നതിലും കാണുന്നതിലും എത്രയോ അധികമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ നിരാലംബരാകുന്ന സാഹചര്യത്തിൽ വെടിയുണ്ടകൾ കുഞ്ഞുങ്ങളുടെ മനസ്സുകളെ പോലും പിടിച്ചുലയ്ക്കുന്നു. യുദ്ധത്തിന്റെ യഥാർത്ഥ ചരിത്രം യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും നഗരങ്ങൾ പുനർനിർമ്മിക്കാനാകുമെങ്കിലും തകർന്ന മനസ്സുകളെ തിരിച്ചുകൊണ്ടുവരാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ മേൽ അവരുടെ കോർമ്പല്ലുകൾ കടന്നുകയറുന്ന അതീവ ഗുരുതരമായ സംഘർഷഭരിതമായ കണ്ണീർ പുരണ്ട രക്തം ചീന്തുന്ന ലോകത്തിന്റെ ഇന്നത്തെ സാഹചര്യം സമാധാനകാംക്ഷികളായ രാജ്യങ്ങൾക്കും അസമാധാനം വിതയ്ക്കുന്ന രാജ്യങ്ങൾക്കും സഹിഷ്ണുത ഉള്ള രാജ്യങ്ങൾക്കും അസഹിഷ്ണുരായ ഭരണാധികാരികളായി ഉള്ള രാജ്യങ്ങൾക്കും അവർ വിചാരിച്ചാൽ പോലും യുദ്ധം തീർക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജില്ലാ അമീർ ടി.കെ. അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ഇ.എച്ച്. നജീബ് വിഷയാവതരണം നടത്തി. നീതിനിഷേധവും വൻശക്തികളുടെ കടന്നുകയറ്റവുമാണ് സംഘർഷങ്ങളുടെ പ്രധാന കാരണമെന്നും മനുഷ്യരാശി സ്വയം നാശത്തിലേക്ക് നീങ്ങുകയാണെന്നും സർവനാശത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും നിരുത്സാഹപ്പെടുത്തണമെന്നും മതത്തിൽ യാതൊരു ബലാത്കാരവുമില്ലെന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വംശഹത്യ ലക്ഷ്യമിട്ടുള്ള യുദ്ധം തികച്ചും അധാർമികമാണെന്നും സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായുള്ള യുദ്ധവും അതിൽ നിന്ന് വ്യത്യസ്തമല്ലെന്നും സാഹിത്യകാരൻ M.V. ബെന്നി പറഞ്ഞു. യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നവരുടെ താൽപര്യം യുദ്ധങ്ങൾ ഉണ്ടാകണമെന്നതാണെന്നും യുദ്ധത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ ജനങ്ങൾ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ബെന്നി പറഞ്ഞു. ഇത്തരം പരിപാടികളിലൂടെ ചെറിയൊരു തിരിനാളം തെളിച്ച് ലോകത്തിന് മാതൃകയാകണമെന്നും സമാധാനകാംക്ഷികളുടെ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഓരോരുത്തരും പങ്കാളികളാകണമെന്നും പത്രപ്രവർത്തകൻ റിഡ്ജൻ റിബല്ലോ പറഞ്ഞു. യുദ്ധവും സംഘർഷങ്ങളും മനുഷ്യന്റെ വികലമായ മനസ്സിൽ നിന്നാണ് ഉടലെടുക്കുന്നതെന്ന് ജസ്റ്റിസ് P.S. ഗോപിനാഥ് പറഞ്ഞു. കോപം, അഹങ്കാരം, അനാദരവ് തുടങ്ങിയവ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അഹിംസയും പരസ്പര സ്നേഹവും വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മനുഷ്യരും ദൈവ സൃഷ്ടികളാണെന്ന ബോധത്തോടെ പരസ്പരം പുഞ്ചിരിയോടെ സംസാരിക്കണമെന്നും ജസ്റ്റിസ് ആഹ്വാനം ചെയ്തു. അദ്വൈത പ്രചാരസഭ പ്രസിഡന്റ് ബാബുരാജ്, AICC ന്യൂനപക്ഷ വിഭാഗം ദേശീയ വൈസ് ചെയർമാൻ ഇക്ബാൽ വലിയ വീട്ടിൽ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്